അവൾ എന്റെ മുന്നിൽ വന്ന് നിന്ന് വെല്ലുവിളിക്കുന്നു. ഞാൻ ആരാന്നവക്കറിയില്ല. അവക്കെന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് അവൾ എന്നെ വെല്ലുവിളിച്ചത്? ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾ എന്നെ പേടിച്ചില്ല. അവളെന്താ എന്നെ പേടിക്കാത്തത്? അവക്കെവിടുന്നാ ഇത്ര ധൈര്യം കിട്ടിയത്? പറ കിഷോർ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും രഹസ്യം ചോർത്തിയെടുക്കണം. ഇന്ന് ഞാൻ ചോർത്തിയെടുക്കും. പറ, അവൾക്ക് എവിടുന്ന ഇത്ര ധൈര്യം കിട്ടിയത്? ഞാൻ അവളെ കുത്തിക്കൊല്ലും. എന്റെ മുന്നിൽ ആരും ഇതുവരെ ഇങ്ങനെ വന്ന് സംസാരിച്ചിട്ടില്ല. അവളുടെ കൂടെയുള്ള എല്ലാവരും ഞാൻ കുത്തിക്കൊല്ലും. എന്റെ ദൈവമേ, ഈ പെണ്ണും പിള്ളക്ക് ഭ്രാന്താണോ? എന്നെ കണ്ടാ തീർന്ന്. എനിക്കറിയണം, എന്റെ മുന്നിൽ ഇത്ര ധൈര്യത്തിൽ വന്ന് നിന്ന അവൾ എന്റെ മുന്നിൽ വന്ന് കെഞ്ചണം. എന്നെ വെറുതെ വിടാന്ന് പറഞ്ഞ് കെഞ്ചണം. ആ ദിവസം ഈ മായാവതി കൊണ്ടുവരും. മായ കൂൾ ഡൗൺ. ഇതുവരെ മായയോട് ആരും എതിർത്ത് സംസാരിച്ചിട്ടില്ലല്ലോ. പോക പോക ശരിയായിക്കോളൂ. ഇല്ല കിഷോർ, ഇനി അതിന് ഈ മായാവതി ഒരുക്കമല്ല. മായ അവണി പറഞ്ഞ ടോൺ വെച്ച് നോക്കിയിട്ട് ഇനി അങ്ങോട്ട് അവള് മായ എതിർക്കും. ഇത് സ്ഥിരമാവുമ്പോ മായക്ക് അതങ്ങ് ശീലവും. അതാ ഞാൻ പറഞ്ഞു വന്നത്. നിങ്ങളെന്താ എന്നെ കളിയാക്കാണോ? ഞാനൊരു ഫാക്ട് പറഞ്ഞതാ. എങ്ങനെ? അല്ല, ആവണി കടക്ക് പുറത്ത്. കിഷോർ, കടക്കാൻ. രഹസ്യങ്ങളൊക്കെ അറിയുന്നത് പോയിട്ട് മായമ്മയുടെ മുന്നിൽ പോലും ചെന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായല്ലോ ദൈവമേ. ആ കിഷോറേട്ടനെ ബാക്കി വെച്ചോ എന്തോ? കുത്തി കുത്തി കൊല്ലുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പ്രകാശം വീണ്ടും ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നു. നീ അത് മൈൻഡ് ചെയ്യണ്ട, കൈവിട്ട് പോയതാ. വാ. ജീവനോടെ ബാക്കി വെച്ചാ? ജസ്റ്റ് മിസ്. കിഷോറേട്ടാ, ഒരു സഹായം ചെയ്യൂ. സഹായം? എന്ത് സഹായം? അതെ, ഏട്ടത്തി വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ജോലിയാണ്. അത് മായം ഇല്ലാണ്ടാക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്ങനെ? ആവണിക്ക് ജോലി പോയ അഞ്ജുവിന് വിഷമോ? അതിന് സാധ്യതയില്ലല്ലോ. പിന്നില്ലാതെ, എന്റെ ഒരേ ഒരു ഏട്ടത്തിയല്ലേ. അല്ല, എനിക്കും വിഷമമുണ്ട്. എന്താ സഹായം വേണ്ടേ? കിഷോരൻ എപ്പോഴും മായമ്മയുടെ കൂടെയല്ലേ നടക്കാറ്? പിന്നല്ലാതെ. അപ്പോ മായമ്മ ഏട്ടത്തിയെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കിഷോറേട്ടനും അറിയാൻ പറ്റില്ലേ? ഓ, അങ്ങനെ അറിഞ്ഞ അത് കിഷോറേട്ടൻ എന്നെ അറിയിക്കണം. അപ്പൊ ഞാനത് ഏട്ടത്തെ അറിയിക്കും. ഏട്ടത്തിക്കപ്പോ കരുതിയിരിക്കാലോ. എന്നാ പിന്നെ ഞാൻ ആവണിയോട് നേരിട്ട് പറഞ്ഞാ പോരെ? അത് പറ്റൂല. അതെന്ത്? മായമ്മ ഏട്ടത്തെ കണ്ടാ കൊല്ലും. അത്രക്ക് ദേഷ്യമുണ്ട്. അപ്പൊ പിന്നെ കിഷോറേട്ടനും ഏട്ടത്തി നമ്മൾ സംസാരിക്കുന്ന കണ്ടാ പ്രശ്നല്ലേ? ഇപ്പൊ ഞാനും അഞ്ജും കൂടി നിന്ന് സംസാരിക്കുന്ന കണ്ടാലും പ്രശ്നമാ. അതെ,
അഞ്ജുവിനോടും മായക്ക് ദേഷ്യ. ഏയ് എന്നോട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ? ഉണ്ടോന്നോ? ഈ അടുത്തായിട്ടാ പറഞ്ഞത്. അഞ്ജുവിനെ കണ്ണിലെടുത്താ കണ്ടൂടാ. അഞ്ജു ആണ് യശോദമ്മയെ ചതിച്ചത്. യശോദമ്മ മരിക്കാൻ കാരണം അഞ്ജുവും കൂടിയാണെന്ന്.